ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹി. അമ്മാ ബഅദ്. നമ്മൾ എവിടെ വെച്ചത്? വതസയ്യനത്തിൽ ഹൂറു, ഹൗറാകളായ സ്ത്രീകൾ, സ്വർഗത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അമിതമായ ഭംഗിയിൽ, സ്ത്രീകളുടെ ഭംഗിയിൽ പടച്ച ഒരു സ്ത്രീ വിഭാഗമാണ് ഹൗറാവ്. അവരെ പടച്ചിട്ടുണ്ട്, ഇനി പടക്കാൻ പോകുന്നതല്ല എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ചില ആളുകൾ പറയും ഇനി പടക്കുകയാണ്, ഇപ്പം പടച്ചിട്ടില്ല. അത് ഹദീസുകൾക്കൊക്കെ എതിരാണ്, ബിദ്അത്ത് പ്രസ്ഥാനത്തിന്റെ വിശ്വാസമാണ്. അവരെ പടക്കപ്പെട്ടിട്ടുണ്ട്, സ്വർഗത്തെ പടക്കപ്പെട്ടിട്ടുണ്ട്, അത് പിന്നെ പടക്കുകയാണ് ഉണ്ടാവുക എന്നാണ് മുഅ്തസിലത്ത് എന്ന ബിദ്അത്തുകാരുടെ വിശ്വാസം. സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ പടക്കപ്പെട്ടിട്ടുണ്ട്. തസയ്യനത്തിൽ ഹൂറു, അതുകൊണ്ട് തങ്ങൾ ജനിക്കുന്ന ടൈമിൽ സ്വർഗത്തിലുള്ള സാധനങ്ങളൊക്കെ പടക്കപ്പെട്ടത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവേൽപ്പിന് വേണ്ടി ഹൗറാകളായ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങി. തസയ്യന എന്ന് പറഞ്ഞാൽ സീനത്ത്, പുറത്തുനിന്നുള്ള ഭംഗികളെ കൊണ്ട് അലങ്കരിക്കലിനാണ് തസയ്യന എന്ന് പറയുന്നത്. അധികവും അണിഞ്ഞൊരുങ്ങി ഹൗറാകളായ സ്ത്രീകൾ. ഹൂറുൽ ഐൻ, ഹൂറെന്നും പറയും, ഹൂറുൽ ഐൻ. ഐനാഇന്റെ ബഹുവചനാണ് ഇത് ഐൻ. ഹൗറാഇന്റെ ബഹുവചനാണ് ഇത് ഹൂർ. ഹൂറുൽ ഐനല്ല, ഹൂറുൽ ലീനു അല്ല. ഹൂറുൽ ഹിസാൻ എന്നും പറയും. ഹസനാവിന്റെ ജമ്മ ഹിസാനായിട്ട് അങ്ങനെയും പറയും. വൽ വിൽദാൻ, സ്വർഗ കുഞ്ഞുങ്ങളും. സ്വർഗത്തില് ഖിദ്മത്തിനായി അല്ലാഹു തആല പഠിച്ച ചെറിയ കുട്ടികളുണ്ട്. അവർ ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് വലിയ ബോധവും കാര്യബോധവും സ്വർഗീയ ആളുകൾക്ക് ഖിദ്മകൾ ചെയ്യാൻ വേണ്ടി അല്ലാഹു പഠിച്ചതാണെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഇദാ റഅയ്തും ഹസിബ്തഹും ലൂലുഅം മൻസൂറ, അവരെ കണ്ടാൽ അത് വിതരപ്പെട്ട മുത്തുകളാണെന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങള്, അതാണ് വലീദിന്റെ ജമ്മാണ് വിൽദാൻ. വലീദ് എന്ന മൗലൂദ്, മൗലൂദിന്റെ അർത്ഥത്തിനുള്ള വലീദ്, അതിന്റെ ജമ്മ് വിൽദാൻ, കുഞ്ഞുങ്ങൾ. വദുഖത്ത്, മുട്ടപ്പെട്ടു. മുട്ടപ്പെട്ടു, ദക്കാനന മുട്ടി. ബശായിറുൽ അഫ്രാഹ്, സന്തോഷത്തിന്റെ, ഫറഹിന്റെ സുവിശേഷ വാർത്തകൾ മുട്ടി അറിയിക്കപ്പെട്ടു. ചെണ്ട മുട്ടിയിട്ടാണോ എങ്ങനെ മുട്ടിയിട്ടാണോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ പരസ്യപ്പെടുത്തപ്പെട്ടു, വിളംബരം ചെയ്യപ്പെട്ടു എന്നതിനെ തൊട്ട് ആലങ്കാരിക പ്രയോഗമാകാം മുട്ടിയായത്. തുബൂലി ഫിസ്സമാവൽ അർളി ദുഖത്ത് വശാബീസു സഅദാ ഖദ് ബദാലി. ഈ ചരിത്രങ്ങളിലൊക്കെ കാണാം, ഔലിയാക്കന്മാരുടെ മഹത്വം പറയുന്ന സ്ഥലങ്ങളിലും ഖുതുബാനിയത്ത് നിർവഹിക്കപ്പെട്ട ദിവസങ്ങളിലൊക്കെ ദുഖത്തി തുബൂൽ എന്ന് കാണാം. വാനലോകത്ത് ചെണ്ടമുട്ടപ്പെട്ടു എന്ന് കാണാം. തുബൂലി, എന്റെ ചെണ്ടകളാകുന്നത് ദുഃഖത്ത്, സമാവൽ അർളി ദുഃഖത്ത്, വാനലോകത്തും ഭൂമി ലോകത്തും മുട്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചെണ്ടമുട്ടലാണോ അതല്ല വിളംബരമാണോ? അല്ലാഹു അഅലം. നമുക്കതിന്റെ വ്യക്തമായ ഒരു വിവരം അറിയില്ല. ഇവിടെ ചെണ്ട എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ചെണ്ടയുടെ കണ്ടവിടുണ്ട്. അതാ തെർഷിഹ്, അതാ ദുഃഖത്ത് മുട്ടപ്പെട്ടു. ബഷായിറു, ബിഷാറത്തുകൾ, സന്തോഷ വാർത്തകളെ മുട്ടി അറിയിക്കപ്പെട്ടു. സുവിശേഷ വാർത്തകൾ, സന്തോഷമുണ്ടാക്കുന്ന സുവിശേഷ വാർത്തകൾ മുട്ടി അറിയിക്കപ്പെട്ടു.
എങ്ങനെയാണ് അതുണ്ടായത് നമുക്കറിയില്ല. കുറേ ഹദീസുകളിൽ ഈ വിഷയം വന്നിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഹദീസിന്റെ കിതാബിലൊന്നുമല്ല ഈ വിഷയം വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കഅബുൽ അഹ്ബാർ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണുള്ളത്. അവരാണിത് പറയുന്നത്. വസഹറത്ത് കത്തിലങ്കി തിളങ്ങി കവാക്കിബു സബാഹ് സബാഹിന്റെ നക്ഷത്രങ്ങൾ ലങ്കി സബാഹിന്റെ നക്ഷത്രങ്ങളിൽ ലങ്കി എന്ന് പറഞ്ഞാൽ പ്രഭാത നക്ഷത്രങ്ങൾ ഇരുള് നീങ്ങാൻ പോകുന്നു എന്ന ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്ന നക്ഷത്രങ്ങളാണല്ലോ പ്രഭാത നക്ഷത്രങ്ങൾ. എന്ന പോലെ ആത്മീയ ഇരുള് നീങ്ങാൻ പോകുന്നു എന്ന വിവരം പരസ്യമാക്കപ്പെട്ടു. മുത്തുനബിയുടെ ജന്മത്തോടുകൂടെ അവിടുത്തെ തുടക്കത്തോടുകൂടെയുള്ള ഇവിടെയുള്ള ഇരുള് നീങ്ങുന്നത്, എല്ലാ ഇരുളും നീങ്ങുന്നത്, എല്ലാ അപകടങ്ങളും, ആയിരക്കണക്കിന് ഇരുളുകൾ, മനുഷ്യൻ കാണേണ്ടത്, കേൾക്കേണ്ടത്, മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത്, അറിയേണ്ട കാര്യങ്ങൾ അതൊന്നും അറിയാതെ പോകൽ ഇരുളാണ്. ഇപ്പൊ നിസ്കാരത്തെ പറ്റി അറിയില്ലെങ്കിൽ നിസ്കാരത്തിൽ ഇരുളാണ് അവനാണ്ട് കാട്ടിക്കൂട്ടിയതുകൊണ്ട് നിസ്കാരാവൂല. അള്ളാഹ് പറഞ്ഞ മാതിരിയാകണം. നിസ്കാരം സ്വഹിയാകണമെങ്കിൽ നിസ്കരിച്ചാൽ മാത്രം പോരാ. നിസ്കാരം അള്ളാഹ് പറഞ്ഞ മാതിരിയാണ്. അള്ളാഹ് പറഞ്ഞ മാതിരിയാണെങ്കിൽ അള്ളാഹ് പറഞ്ഞത് അറിയണം. ഒന്നുക്കലെ സ്വന്തം പഠിച്ചറിയണം, അല്ലെങ്കിൽ പഠിച്ചവരിൽ നിന്ന് കേട്ടറിയണം. അല്ലാതെ അത് സ്വഹിയാവുകയില്ല. കുല്ലു മൻ ബി ഖൈരിൽ ഇൽമി യഅമലു അഅമാലുഹു മർദൂദത്തുൻ ലാ തുഖ്ബലു. അറിവില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെയാണ്. മുവാഫഖത്തുൽ വജ്ഹൈനി ഉഖ്വാനി ശറഅ എന്നാണ് സിഹത്ത് എന്ന് പറഞ്ഞാൽ ജമുൽ ജവാമി പോലുള്ള കിതാബുകളിൽ അതിന് നിർവചനം കൊടുത്തത്. ബാത്തിലായും തെറ്റായും വരാനും പറ്റും, ശരിയായും വരാനും പറ്റും. അത് ശറ എങ്ങനെയാണോ പറഞ്ഞത് അതിനോടൊത്തുകൊണ്ടാവലാണ് സ്വഹിയാവുക എന്ന് പറഞ്ഞാൽ. കുമ്പിട്ട് നീർന്നതുകൊണ്ട് സ്വഹിയാവുകയില്ല. അപ്പോ നമ്മള് ആലിമീങ്ങളുടെ ക്ലാസ്സുകളിൽ കഴിവതും പങ്കെടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം, നമ്മൾ അറിവ് സിദ്ധിക്കണം, അറിവ് ഉൾക്കൊള്ളണം. അതിന് മനസ്സ് ശുദ്ധമാക്കി ഇരിക്കുകയും വേണം. എങ്കിലേ നമുക്കതുകൊണ്ട് ഉപകാരം കിട്ടുകയുള്ളൂ. അപ്പൊ സബാഹിന്റെ അഥവാ ഇസ്ലാമാകുന്ന പ്രഭാതം ഇവിടെ വിടരാനായിരിക്കുന്നു എന്ന നക്ഷത്രം, ആ നക്ഷത്രം പ്രകാശപൂരിതമായി അത് തിളങ്ങി വനാദാ മുനാദിൻ, ഒരു വിളിച്ചു പറയുന്ന മലക്ക് വിളിച്ചു പറഞ്ഞു, ഫിസ്സമായി വൽ അർളി, വാനലോകത്തും മൊത്തത്തിലും ഭൂമി ലോകത്തും മൊത്തത്തിലും വിളിച്ചു പറഞ്ഞു, അലാ ഏ ജനങ്ങളെ, ഏ മലക്കുകളെ, ഏ ജിന്നുകളെ, ഏ അള്ളാഹുവിന്റെ പടപ്പുകളെ, ഇന്നൻ നൂറൽ മക്നൂൻ, ഇതുവരെ സൂക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ആത്മപ്രകാശമായ മുത്തുനബിയുടെ ആത്മാവ്, മിൻഹു സയ്യിദുൽ ബഷർ, ആ നൂറിൽ നിന്നാണ് മനുഷ്യ നേതാവ് ഉത്ഭവിക്കാനുള്ളത്. അങ്ങനെയുള്ള ആ നൂറ് ഫീ ബത്നി ആമിന ബീവിയുടെ ഗർഭപാത്രത്തിൽ അതിസ്തഖർ, അത് ഉറച്ചുപോയി എന്ന് വിളിച്ചു പറഞ്ഞു. വാനലോകത്തും ഭൂമി ലോകത്തും എല്ലാ സ്ഥലത്തും വിളിച്ചു പറഞ്ഞു. കാതുള്ളവരൊക്കെ അത് കേട്ടു, അല്ലാത്തവരത് കേട്ടില്ല എന്ന് മാത്രം. വലമ്മൻ തഖല നൂറു നബീന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് മിൻ അബ്ദില്ലാഹി, അബ്ദുല്ലാ എന്ന ഉപ്പായിൽ നിന്നും റളിയല്ലാഹു അൻഹു ഇലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹ, ആമിന ബീവിയുടെ ഗർഭപാത്രത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇഹ്തസ്സൽ അർശു, അർശ് കിടുകിട സന്തോഷത്തിൽ വിറച്ചു. മഹാനായ സഹിഹ ഹദീസിൽ കാണാം, സഅദ് ബിൻ മുആദ് തങ്ങളുടെ മരണത്താൽ അർശ് പ്രകമ്പനം കൊണ്ടു എന്ന്. സഅദ് ബിൻ മുആദിന്റെ മൗത്തുണ്ടായി, ആത്മാവ് അങ്ങ് ചെന്നപ്പോൾ സന്തോഷത്തിൽ, അർശ് എന്ന് പറയുന്ന ഏറ്റവും വലിയ വലുപ്പമുള്ള സൃഷ്ടിയാണ്, ലോകത്തിനെ ആകെ വലയം ചെയ്യുന്ന സൃഷ്ടിയാണ്. അത് ഹർഷപുളഹിതനായി, അല്ലേ? അതന്നെ.
സന്തോഷം കൊണ്ട് ഒരിനം വിറയൽ പിടിപെട്ടു. നബി തങ്ങള് ഉഹുദ് മലന്റെ മേൽ കയറിയപ്പോ ഉഹുദ് മലക്ക് വല്ലാത്ത ആനന്ദത്തിൽ വിറയൽ പിടിപെട്ടു. ഹിറാമാലന്റെ മേൽ കയറിയപ്പോ വല്ലാത്ത ആനന്ദത്തിൽ വിറയൽ പിടിപെട്ടു. അവിടൊക്കെ മഹാന്മാര് പറഞ്ഞിരിക്കുന്നു, ത്വറബൻ അത് പേടിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ അപകടമായ നിലക്കല്ല, അത് ത്വറബ് കൊണ്ടാണ്. റസൂലുള്ളാഹി എന്റെ മേത്ത് കയറിയിരിക്കുന്നു എന്ന നിലക്ക് ഹിറാ പർവ്വതം കിടുങ്ങിയത് ഫതുൽ ബാരിയിൽ കാണാം, മറ്റേത് കിടുങ്ങിയതും ഹദീസിൽ കാണാം. രണ്ടും സഹിഹ ഹദീസ് തന്നെയാണ്. രണ്ട് സംഭവം ഉണ്ടായിട്ടുണ്ട്. രണ്ട് നേരത്ത് ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും സിദ്ദീഖ് തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇബ്നു ഹജർ അസ്ഖലാനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിന ബീവിയിലേക്ക് നീങ്ങിയപ്പോൾ അർശ് അത് എന്താ പറയാ മലയാളം, അർശ് ഹർഷപുളഹിതനായി ആനന്ദം കൊണ്ട് വസ്തുവിശാരം സന്തോഷമായിട്ട് വസാദൽ കുർസി, മറ്റൊരു സൃഷ്ടിയാണ് കുർസി. വസിയ കുർസിയു സമാവാതി വൽ അർദ്, വാനലോകത്തെ വിശാലമായ കുർസി എന്നാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ കുർസി. അതിന് വാക്കർത്ഥം വെക്ക് വഹാബികള് കസേര അല്ല മട്ടുണ്ടാവും കസേല. ഓ കുർസി എന്ന് പറയുന്ന അർശ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൃഷ്ടിയാണ് കുർസി. ആ കുർസി അത് ഏറി ഹൈബത്തൻ, അതിന്റെ ഗാംഭീര്യത്താലും വഖാറൻ കനതിപ്പാടിനാലും സമാധാനത്താലും ഏറി അതിന്റെ പ്രത്യേകമായ ഒരാളിൽ നിന്ന് അനുഭവിക്കുന്ന ഒതുക്കത്തിന്റെ പേരാണ് വഖാർ. പഴയ മലയാളത്തിൽ കനതിപ്പാട് എന്ന് പറയും. സമാവാത്തു അൻവാറ, ആകാശങ്ങൾ നിറഞ്ഞു, അൻവാറൻ പ്രകാശങ്ങളാൽ നിറഞ്ഞു. വജ്ജത്തിൽ മലായികത്തു, മലക്കുകൾ ഉച്ചത്തിൽ ശബ്ദമിട്ടു. തഹ്ലീല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും വസ്തിഗ്ഫാറ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ കൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ചു മലക്കുകൾ. ഫസ്ബഹത്ത് ആമിന, അങ്ങനെ ആമിന ബീവി സുബഹി വഖ്തിലേക്ക് എത്തി, അല്ലെങ്കിൽ ആയി. തിൽക്കൽ ലൈലത ആമിന ബീവി ആയി. തിൽക്കൽ ലൈലത്ത്, ആ രാത്രിയിൽ. വല്ലൻവാറു, ആത്മീയ പ്രകാശങ്ങൾ. തെലൂഹു, അതിലെങ്കുന്നു. ഫി ജബ്ഹത്തിഹ, ആമിന ബീവിയുടെ ജബ്ഹത്ത് ആദ്യമേ പ്രകാശമുള്ള ജബ്ഹത്താണ്. അത് അമിതമായി ലംഘി അൽ മുഅ്തമിന, മുഅ്തമിനത്തായ നിർഭയ മുഅ്തമിനത്തായ ജബ്ഹത്ത്, നെറ്റിത്തടം. അമീനത്തായ നിർഭയമായ നെറ്റിത്തടം. ഒരാളുടെ ശരീരത്തിൽ മുഖത്തിൽ നിന്ന് പ്രധാനമായി സൂക്ഷിക്കപ്പെടുന്നതാണ് നെറ്റിത്തടം. ആൾക്ക് സന്തോഷമുണ്ടോ ഇല്ലയെന്ന് നെറ്റിത്തടത്തുമെന്ന് മനസ്സിലാവും. നെറ്റിത്തടം ചുളിക്കും. അയാള് സന്തോഷമില്ലെങ്കിൽ നെറ്റിത്തടം ചുളിക്കും. അതിന് അബസ എന്ന് പറയും. നെറ്റിത്തടം ചുളിക്കരുത് ഒരു സുഹൃത്തിനെ കണ്ടാൽ. വേദന ആകുമ്പോഴൊക്കെ കണ്ടില്ലേ അങ്ങനെ ചുടീന്, നെറ്റി ചുടീനാണ്ടില്ലേ. മുഅ്തമിനത്തായ അഥവാ അൽ മുത്തഖദത്തു അമീനൻ, അമീനായി നിർഭയമായി ആക്കപ്പെട്ടതായ നെറ്റിത്തടം. ആ നെറ്റിത്തടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവിനെ അല്ലെങ്കിൽ നൂറിനെ അല്ലാഹു തആല ബന്ധപ്പെടുത്തിയത്. വാമിനത്ത് ബിഹി, അതുകൊണ്ട് അത് കാരണത്താൽ തന്നെ ആമിന ബീവിയുടെ മനസ്സിൽ നിർഭയം വന്നു, പേടിപോയി. മിനൽ മഖായിഫി, പേടികളിൽ നിന്ന് നിർഭയമായി. അൽ കാമിന, മറഞ്ഞു കിടക്കുന്ന എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്. സ്വാഭാവികമായി ഗർഭിണികളിൽ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ മറ്റും പല പേടികളും ആമിന ബീവിക്കുണ്ടായിരുന്നു. അതെല്ലാം മനസ്സിൽ നിന്ന് എങ്ങോട്ടോ പോയ പോലെ ഒരു വലിയ മനസ്സിന്റെ ഉടമയായി മാറി ആമിന ബീവി.
അങ്ങനെ കുറെ സംഭവങ്ങൾ വാനലോകത്തും ഭൂമിയിലും ഔറുല്യങ്ങൾ അണിഞ്ഞൊരുങ്ങലും സ്വർഗീയ കുട്ടികൾ അണിഞ്ഞൊരുങ്ങലും എല്ലാം അനുഭവിച്ചു എന്ന് പറയുന്ന രേഖ മഹാനായ ഇമാം ഇബ്രാഹിമുൽ ബാജൂരി തങ്ങള്. ഇബ്രാഹിമുൽ ബാജൂരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസ്താദുമാരൊക്കെ അങ്ങോട്ട് പോയി മുട്ടുന്ന വലിയ മഹാനാണ്. ബാജൂർ അല്ലെങ്കിൽ ബൈജൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മഹാനാണ്. ഹറമിലൊക്കെ ദർസ് നടത്തിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ഒരു വലിയ ഫഖീഹാണ് മുത്തഅഖിരീങ്ങളിൽ നിന്ന്. ഇബ്രാഹിമുൽ ബാജൂരിയുടെ ശിഷ്യനാണ് പരപ്പനങ്ങാടി അബൂബക്കർ ഇബ്നു ഹിഷാം അഥവാ ഔക്കോയ പാപ്പ എന്നറിയപ്പെടുന്ന മഹാൻ. അവരുടെ ശിഷ്യന്മാരാണ് അബ്ദുറഹ്മാൻ ഷെയ്ഖും അതുപോലെ തന്നെ മൊഹീദ്ദീൻ പാപ്പയും അയ്യായ, അതുപോലെ തന്നെ കരിമ്പനക്കൽ പാപ്പയും. കരിങ്കൽ പാപ്പന്റെ ശിഷ്യനാണ് സദഖത്തുൽ ഉസ്താദ്. സദഖത്തുൽ ഉസ്താദിന്റെ ശിഷ്യനാണ് ഇപ്പോഴുള്ള നജീബ് മൗലവിയൊക്കെ. ഒലക്കെ ഉൾക്കൊണ്ടവരാണ്, ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം കൂടെയാണിത്. അങ്ങനെ ഇബ്രാഹിമുൽ ബാജൂരി പറയാണ്, ഈ അലങ്കാരങ്ങളെല്ലാം, സ്വർഗീയ അലങ്കാരങ്ങളെല്ലാം ഭൂമിയിലേക്ക് പട്ടുവിന്റെ വസ്ത്രങ്ങളും എല്ലാം മലക്കുകൾ കൊണ്ടുവന്നു. റസൂലുള്ളാഹിന്റെ ജന്മഘട്ടത്തിൽ പ്രകൃതിയൊക്കെ ലൈറ്റ് കൊണ്ടും മറ്റൊക്കെ വസ്ത്രങ്ങളെ കൊണ്ടും നല്ല വസ്ത്രങ്ങളെ കൊണ്ടൊക്കെ ഭംഗിയാക്കി നബിയെ സ്വീകരിച്ചു എന്ന് പറയുന്ന ഹദീസ് ഓതിയപ്പോ ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ നിഅമത്തുൽ കുബ്ര എന്ന മുഖ്തസറായ മുഖ്തസറുണ്ട്. അതിൽ ചെറുതുണ്ട് വലുതുണ്ട്. അതിൽ ചെറുതിന് ഇബ്രാഹിമുൽ ബാജൂരി ഒരു വിശദീകരണം എഴുതിയിട്ടുണ്ട്. തുഹ്ഫത്തുൽ ബശർ ബി ശർഹി മൗലിദ് ഇബ്നു ഹജർ എന്നാണ് അതിന്റെ പേര്. അതിവിടെ ഉണ്ട്. അതിൽ കാണാം ഹാദാ അസ്ലു അമലിൽ സീനത്തി ഫീൽ മൗലിദി ശരീഫ്. ഹാദാ ഇത് അസ്ലു അടിസ്ഥാനമാണ് അമലി സീനത്തി അലങ്കാരങ്ങൾ ഉണ്ടാക്കണം എന്നതിനിക്ക് ഫിൽ മൗലിദി ഷരീഫ് മൗലിദ് നടത്തുന്ന മൗലിദി ഷരീഫിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തോട് ബന്ധപ്പെട്ട് അലങ്കാരങ്ങൾ തൂക്കണം, അലങ്കാരങ്ങൾ വെക്കണം എന്നതിനുള്ള അടിസ്ഥാനമാണ് ഇതെന്ന് ഇബ്രാഹിമുൽ ബാജൂരി എന്ന ആ വലിയ ഫഖീഹ് പറയുന്നുണ്ട്. ഇവരൊക്കെ ഉസ്താദായ അവരുടെ തുഹ്ഫത്തുൽ ബശർ എന്ന് പറയുന്ന കിതാബ് നോക്കിയാൽ ഈ ഏരിയയിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അതിനൊക്കെ എതിർക്കുന്ന ഒരു വിഭാഗം തുച്ഛം മൂല്യന്മാരനുണ്ട്. അതൊക്കെ ഇസ്രാഫാണ് എന്നൊക്കെ പറയുന്നു. അവരുടെ വീടെടുക്കുന്നതിൽ ഇസ്രാഫില്ല, തൈലിടുന്നതിൽ ഇസ്രാഫില്ല, പിന്നെ ഗ്രാനറ്റ് വിരിക്കണതിൽ ഇസ്രാഫില്ല, ലൈറ്റ് കത്തിക്കണതിൽ ഇസ്രാഫില്ല. ഒരു റൂമിൽ തന്നെ 2 ലൈറ്റാണ്, പുറത്ത് 4 ലൈറ്റാണ്, കരന്റെ ചുറ്റുഭാഗത്തും ലൈറ്റ്. അതിലൊന്നും ഇസ്രാഫില്ല. മുത്തുനബി ജനിച്ച ജന്മമാസത്തോട് ബന്ധപ്പെട്ട് ലൈറ്റ് കത്തിച്ച അപ്പൊ ഇസ്രാഫായി. ഇസ്രാഫ് നബിയിലെ കാര്യത്തിൽ മാത്രമേ ഇസ്രാഫുള്ളൂ. ചുരുങ്ങിയത് അത് അനുവദനീയമാണെന്നെങ്കിലും പറയാതിരിക്കുന്നത് അദബുകേടാണ്. ഇത് ഇബ്രാഹിമുൽ ബാജൂരിയാണ് പറഞ്ഞത്, ബഗരാസനിയല്ല പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഉസ്താദാണ്, നമ്മുടെ ഉസ്താദാണ്. ആ പരമ്പര ഇബ്രാഹിമുൽ ബാജൂരിയുടെ പരമ്പര മുത്തുനബിയിലേക്ക് എത്തുന്ന പരമ്പരയാണ്. അതില് ഈ ഇന്നിരിക്കുന്ന 3 വിഭാഗം സുന്നികളുടെയും നേതൃത്വത്തിന്റെ ഉസ്താദുമാരിൽ വരുന്നതാണ് ഇബ്രാഹിമുൽ ബാജൂരി തങ്ങൾ. ആ ഇബ്രാഹിമുൽ ബാജൂരി തങ്ങൾ പറയാണ്, ഹാദാ അസ്ലു അമലി സീനത്തി ലിൽ മൗലിദി ശരീഫ്. മുത്തുനബിയുടെ ജന്മത്തോട് ബന്ധപ്പെട്ട് അലങ്കാരങ്ങൾ വെക്കുന്നതിന്റെ അടിസ്ഥാന രേഖയാകുന്നു ഇത്. അവരുടെ തുഹ്ഫത്തുൽ ബശർ എന്ന് പറയുന്ന ഇബ്നു ഹജർ തങ്ങളുടെ ചെറിയ മൗലിദിന്റെ വിശദീകരണത്തിൽ കാണാവുന്നതാണ്.
സഖത്തുൽ ഉസ്താദ് ഓക്കെ ഉസ്താദിന്റെ ഉസ്താദാണ്. ഓക്കെ ഉസ്താദ് ഞങ്ങളുടെ ഉസ്താദാണ്. ഞങ്ങൾ ഉസ്താദുമാരി ഉസ്താദാണ്. സഖത്തുൽ ഉസ്താദിന്റെ കയ്യിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് പ്രധാനമായി ഓതിയതെന്ന് ഉസ്താദ് തന്നെ ഞാൻ അധികം ഓതിയത് മൂപ്പരേക്കെന്നല്ലേ എന്നാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ കുട്ടികള് അടക്കമുള്ള സദസ്സിൽ നിന്നാണ് ഷെയ്ഖുന ആ വാക്ക് പറഞ്ഞത്. അപ്പൊ സഖത്തുൽ ഉസ്താദിന്റെ അടുത്ത ശിഷ്യനാണ്, അവിടുത്തെ എല്ലാ മതതുമുള്ള ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാതീർ. ആ ബഹറുൽ ഉലൂമിന്റെ ഉസ്താദായ താജുൽ ഉലമ സദഖത്തുല്ലാ ഉസ്താദ് ഒരു സൂഫി വര്യനും വലിയ മഹാനും ബഹറുൽ ഉലൂം തന്നെയാണ്. താജുൽ ഉലമ എന്ന ആദ്യം പേര് വെക്കപ്പെട്ടത് അവർക്കാണ്. നമ്മളെ കൂട്ടത്തില് സുന്നി നേതാക്കളിൽ അവരുടെ ഉസ്താദാണ് കരിമ്പനക്കല ഓർ. അവരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ ഹിഷാം തങ്ങൾ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ഷെയ്ഖ് അബൂബക്കർ ഹിഷാം തങ്ങളുടെ ഉസ്താദാണ് നേരെ ബാജൂരി ഇമാം. ആ ബാജൂരിയാണ് പറയുന്നത്. നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പര പറഞ്ഞതല്ല ഞാൻ, മറിച്ച് എന്റെയൊക്കെ തെറ്റിയൊന്നും അറിയില്ല. ഏതായാലും ആ സിൽസിലയിൽ അവരെല്ലാം ഉണ്ടെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിൽ സന്തോഷിക്കുന്നവരാണ് നമുക്കൊരു ആത്മറൂഹുമായി ബന്ധമുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് നമ്മുടെ രക്ഷക്ക് നമ്മൾ കാണുന്നത്. അള്ളാഹു അവരെ കൂടെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യട്ടെ. അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലതിലെല്ലാം അവരുണ്ടായിരിക്കും. അത് പണ്ഡിതന്മാരുടെ വീക്ഷണമാണ്. വീക്ഷണത്തിനെതിര് ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല. അവർ മനസ്സിലാക്കിയതേ അവർക്ക് പറയാൻ കഴിയുകയുള്ളൂ. അവരതിൽ മഅദൂറാണ്. ആ പേരിൽ അവരെ കുറ്റം പറയുകയോ കല്ലെറിയുകയോ ചെയ്യരുത്. ഞാൻ പറഞ്ഞത് ബാജൂരി ഇമാമിന്റെ ശിഷ്യഗണങ്ങളാണ് ഇവരെല്ലാവരും. അവര് പറഞ്ഞതാണ് ഈ വിഷയം. നബിദിനത്തോട് ബന്ധപ്പെട്ട് അലങ്കാരങ്ങൾ വെക്കുന്നത് ഇതിന് രേഖയായി ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്നു എന്ന്. ആ കിതാബ് എല്ലാവരുടെ കയ്യിലുള്ളതുപോലെ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ വാമീനത്ത് ബിഹി മിനൽ മഖായിഫിൽ കാമീന, മനസമാധാനം മഹതിയായ ആമിന ബീവിക്ക് ഉണ്ടായി. റസൂലുള്ളാഹി തങ്ങള് ആ നീങ്ങിയത് ആമിന ബീവിയുടെ വാറ്റിലെ ഗർഭപാത്രത്തിലേക്ക് അബ്ദുള്ള തങ്ങളിൽ നിന്ന് നീങ്ങിയ സംഭവം അത് ലോകത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ്. കാരണം ആദം നബി അലൈഹി ഇസ്ലാം മുതൽക്ക് ദുനിയാവിലേക്ക് കൊണ്ടുവരുന്ന ഒരു നീക്കം നബി തങ്ങൾക്ക് നീക്കമുണ്ടായിട്ടില്ല. അതിന്റെ ആദ്യത്തെ നീക്കം അബ്ദുള്ളയിൽ നിന്ന് ആമിനയിലേക്കാണ്. ഇനി ആമിനയിൽ നിന്ന് മറ്റൊരു ഉപ്പയിലേക്ക് നീങ്ങുന്നില്ല, ഭൂമിയിലേക്കാണ് നീങ്ങുന്നത്. 51ാമത്തെ നീക്കം അല്ലെങ്കിൽ 52ാമത്തെ നീക്കം ഭൂമിയിലേക്കാണ്. തനഖൽത ഫീ അസ്ലാബി അർബാബി സൂദദി കദ ശംസു ഫീ അബ്റാദിഹാ തനഖലു. ബഹുമാനപ്പെട്ട ഇബ്നു ഖാസിമിൽ മാലിക്കി തങ്ങൾ പറഞ്ഞു, നബിയെ തങ്ങൾ വലിയ വലിയ മഹാന്മാരിലൂടെ സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന പോലെ, ഓരോ ബുർജുകളിലും സഞ്ചരിക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും പ്രകാശമേകിക്കൊണ്ട് തങ്ങൾ അങ്ങനെ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരായ മഹാന്മാരിലൂടെ തങ്ങൾ നീങ്ങി. അത് ആണിന്റെ വശം. ഈ പെണ്ണിന്റെ വശം അടുത്ത വരുന്ന وسرت سريا في بطون تشرفات بعمل عليه في الأمور المعول. അതിനു പറ്റിയ ഉമ്മമാരുടെ വയറിലൂടെയും തങ്ങളെത്തി. വസീർത്ത തങ്ങളായി തീർന്നു. സെരിയൻ തങ്ങൾ നടന്നു. വസീർത്ത സീനല്ലേ തങ്ങൾ നടന്നു. സെയ്റ് തങ്ങൾ നടന്നു. തങ്ങള് എന്ത് ചെയ്തു? നീങ്ങി. സീർത്ത സെരിയൻ വളരെ മഹാനായ നിലക്ക് സെരീന ഷരീഫ് സെരിയം ഫീ ബുതൂനിൻ, ഉമ്മമാരുടെ വയറുകളിൽ
ബുത്തൂനിൻ തശറഫത്ത് ഷറഫുള്ള പെണ്ണുങ്ങൾ, കാഫറത്തായ പെണ്ണോ തമ്മാടിയായ തമ്മാടിത്തരമുള്ള പെണ്ണോ മോശപ്പെട്ട പെണ്ണോ അല്ല, അള്ളാഹുവിനെ പേടിക്കുന്ന പെണ്ണുങ്ങളെ വയറ്റിലൂടെ, അള്ളാഹുവിനെ പേടിക്കുന്ന ആണുങ്ങളുടെ മുതുവിലൂടെ. അങ്ങനെയാണ് ഈ രണ്ടു വരിയിലൂടെ പറഞ്ഞത്. ബിഹംലീൻ, ആ നീക്കം ഗർഭമായിരുന്നു. അലൈഹിൽ ഉമൂറുൽ മുഅവ്വലു, ആ ഗർഭമേതാണ്? ലോകത്തുള്ള എല്ലാം ഏൽപ്പിക്കപ്പെട്ട ഗർഭം. അതാരാ? നൂറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മേലാണ് എല്ലാം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് എല്ലാ ലോകത്തിന്റെ നിദാന ബിന്ദു, ലോകത്തിന്റെ അടിസ്ഥാന ബിന്ദു. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇന്നലെ പറഞ്ഞില്ലേ? മനുഷ്യോൽപത്തി. മനുഷ്യോൽപത്തി ഏതാ? നബി സല്ലല്ലാഹു അലൈഹി തങ്ങളല്ലേ ഉൽപ്പത്തി, തുടക്കം. 140 ഉൽപ്പത്തിണ്ട് ഇപ്പോ. അതൊന്നും വിശ്വസിക്കാൻ പാടില്ല. വലമ്മാ ഹമലത്തു ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹദിയായ ആമിന ബീവി ഗർഭം ചുമന്നപ്പോൾ ഫി റജബിൽ ഹന, സന്തോഷത്തിന്റെ റജബ് മാസത്തിൽ, സന്തോഷത്തിന്റെ റജബ് മാസം. റജബ് എന്ന് പറഞ്ഞത് ആലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവ്, ആ നൂറ് നീങ്ങിയതിനിക്ക് വെളിവായി. അൽ ആയാത്ത്, എത്രയോ ദൃഷ്ടാന്തങ്ങൾ വെളിവായി. ലോകത്താകെ മുട്ടി അറിയിക്കപ്പെട്ടു, ജിന്നിൻസിലെല്ലാം അറിയിക്കപ്പെട്ടു. കണ്ണുള്ളവരും കാതുള്ളവരും അത് കേട്ടു അറിഞ്ഞു. ആത്മീയ ലോകത്തെല്ലാം അറിയിക്കപ്പെട്ടു, മലക്കുകളെല്ലാം അറിഞ്ഞു. ആ ആമിന ബീവിയുടെ മുഖവും അബ്ദുല്ലാ തങ്ങളുടെ മുഖവും എന്തൊന്നില്ലാത്ത പ്രകാശമുടേതായി. അവരുടെ മനസ്സിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരോടുള്ള പേടിയും ബേജാറും നീങ്ങി, ഭൗതിക വേപ്രാളങ്ങളും എല്ലാം നീങ്ങിപ്പോയി. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. നൂറിഹില്ലായാത്തു തബാശറത്തു ബിഹി ജമീൽ മഖ്ലൂഖാത്ത്, എല്ലാ വസ്തുക്കളും തമ്മിൽ സന്തോഷ വാർത്ത പറഞ്ഞു. മുഹമ്മദ് നബി തങ്ങൾ ജനിക്കാനായിരിക്കുന്നു. അത് എല്ലാ കാഹിനീങ്ങളും, എല്ലാ ജ്യോത്സ്യന്മാരും, നക്ഷത്ര അറിവുള്ളവരും എല്ലാവരും അത് നോക്കിക്കണ്ടു മനസ്സിലാക്കി. അങ്ങനെ സന്തോഷ വാർത്ത പറഞ്ഞു. അവര് അങ്ങുമിങ്ങും സന്തോഷ വാർത്ത പറയാണ്. തബാശറ, അവര് അങ്ങുമിങ്ങും സന്തോഷ വാർത്ത പറഞ്ഞു. വലമ്മാ ഹമലത്ത് ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ചുമന്നപ്പോൾ ഫി റജബിൽ ഹനാ, അപ്പോൾ ഇതേതാ? റജബ് മാസത്തിലാണ്, സന്തോഷത്തിന്റെ റജബിൽ. റജബ് ഒരു ആലമാണ്. അത് ആലമാണ്. ആലമിനെ ഇലാഫത്ത് ചെയ്യുകയില്ല, പക്ഷേ തഅ്വീൽ കൊണ്ട് ഇലാഫത്ത് ചെയ്യാൻ പറ്റിയതാണ് ഏതൊരാലമും എന്നാണ് നഹവീങ്ങളുടെ ഖായിദ. ലൈലായ എന്നൊക്കെ പറയും, അതിനൊക്കെ പറയല്ലേ, ലൈലായ മിൻകുന്നാം ലൈലാ മിനൽ ബശരി എന്നുപോലെയുള്ള ഒരാലമാണ് റജബ്. ആ റജബ് കൊണ്ട്, റജബിൽ ഹന, സന്തോഷത്തിന്റെ റജബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ചുമന്നപ്പോൾ ഉശ്ശിറത്ത്, ആ ആമിന ബീവിക്ക് സന്തോഷ വാർത്ത വന്നു. ഫീ ഷഅബാന, ഷഅബാൻ, റജബ്, ഷഅബാൻ, റമളാൻ. വലിയമാർക്കൊക്കെ വലിയൊരുട്ടിയൊക്കെ അത് ഭയങ്കര കണക്കാണേക്കാരൻ. എല്ലാ മാസവും ഷഅബാൻ റമളാൻ ആണെങ്കിൽ അഭിപ്രായമുള്ളവരാണ് മുതഅല്ലിമീങ്ങൾ. ഇപ്പോഴത്തെ മുതഅല്ലിമീങ്ങൾ എല്ലാം റജബും ഷഅബാനാണെങ്കിൽ ഫുള്ള് ലീവാക്കാലോ. പക്ഷെ ഇടക്ക് തുറക്കാൻ ഞാൻ നാട്ടിൽ പോകാൻ പറ്റില്ല. അന്നേക്ക് ഇടക്കൊന്ന് തുറക്കണം അല്ലേ? എന്നാ പിന്നെ നാട്ടിൽ പോകാലോ. മറ്റു നാട്ടിൽ പോകാൻ പറ്റില്ല, നാട്ടിൽ തന്നെ നിൽക്കേണ്ടി വരുമല്ലോ. ഷാബാൻ മാസത്തിലെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. ബിനൈലിൽ മുന, ആമിന, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും സാഫല്യമായിരിക്കുന്നു എന്ന് വഖീല ലഹ, മഹദി അവറുകളോട് പറയപ്പെട്ടു. അതിന്റെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. ഫി റമളാൻ, റമളാൻ മാസത്തിൽ. അത് ഹമൽത്തി, നിങ്ങൾ ഗർഭം ചുമന്നത് ബിൽ മുതഹരി, ശുദ്ധിയാക്കപ്പെട്ടവരെയാണ്. മിനദ്ദനസി വൽ ഖന, എല്ലാ മോശങ്ങളെ തൊട്ടും എല്ലാ അഴുക്ക്
അഴുക്കുകളെ തൊട്ടും എല്ലാ വിനദനസി അഴുക്കുകളെ തൊട്ടും വൽഖന എല്ലാ മോശങ്ങളെ തൊട്ടും വൃത്തിയാക്കപ്പെട്ടവരെയാണ് നിങ്ങൾ ഗർഭം ചുമന്നിട്ടുള്ളത് എന്ന വിവരം കിട്ടി. സമയത്തിൽ മലായികത ഫി ശവ്വാലിൽ മലക്കുകളെ കേട്ടു. യുബശ്ശിറൂനഹ മഹദി അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. സന്തോഷ വാർത്ത മലക്കുകൾ വന്ന് അറിയിച്ചു. ബിദ്ലഫിരി അങ്ങനെയാണല്ലോ, മലക്കുകൾ ഇറങ്ങി വരുമല്ലോ, എന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഖുർആനിൽ തന്നെ പറഞ്ഞാണല്ലോ, നല്ലവരായ ആളുകളടുത്ത് മലക്കുകൾ ഇറങ്ങി വരും. യുബശ്ശിറൂനഹ അങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കുന്നു മലക്കുകൾ ആ ആമിന ബീവിയോട് ബിദ്ലഫിരി വിജയിച്ചിരിക്കുന്നു എന്ന്. വിവാഹത്തിൽ മുന അഭിലാഷത്തിന്റെ അറ്റം, ഇനി അങ്ങനെ ഒരു വിജയമില്ല. കാരണം ഒരു ലോക നേതാവിന്റെ ആദ്യ സൃഷ്ടിയാകുന്ന മുത്തുനബിയുടെ അള്ളാഹുവിന്റെ ഏറ്റവും അഹബ്ബായ നബിയുടെ ഉമ്മയാകാൻ കഴിയുക എന്നുള്ളത് ഇത്ര മഹത്വം ഒരു പെണ്ണിനും കിട്ടിയിട്ടില്ല എന്ന് മഹാനായ ഇമാം ബൂസീരി തങ്ങളുടെ ഹംസിയയിൽ കാണാം. അത് വെച്ചിട്ട് ചിലര് ഹവ്വാവ് ബീവിയേക്കാൾ ആമിന ബീവി അഫ്ളലാണെന്ന് പറഞ്ഞവരുണ്ട്. ഇബ്നാദർ തങ്ങൾ പറയുന്നു, ഈ ഫളിലുകൾ ഹവ്വാവ് ബീവിക്കില്ലെങ്കിലും ഹവ്വാവ് ബീവിയാണ് ആമിന ബീവിയേക്കാൾ അഫ്ളൽ. എന്നാലും വിലാദത്തിനും ഗർഭത്തിനും വിധേയമാകാൻ ഹവ്വാവ് ബീവിക്ക് പറ്റിയില്ല. നബി തങ്ങളുടെ മനുഷ്യ സൃഷ്ടിയിലുള്ള രൂപത്തിന് ഗർഭിണിയാകാൻ അത് ഭാഗ്യം കിട്ടിയത് ആമിന ബീവിക്ക് മാത്രമാണ്. അത് ഹവ്വാവിനോ അല്ലെങ്കിൽ മറിയം ബീവിക്കോ മറ്റു നബിമാരുടെ ഉമ്മമാർക്കോ കിട്ടിയിട്ടില്ല. ഇത് ആമിന ബീവിക്ക് മാത്രം കിട്ടിയ മഹത്വമാണ്. ആ മഹത്വത്തെ വെല്ലാൻ ഒരു പെണ്ണിന് ലോകത്ത് കഴിഞ്ഞിട്ടില്ല എന്ന് മഹാനായ ഇമാം ബൂസീരി തങ്ങൾ പാടി പറയുന്നുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അതിന്റെ ബാഹ്യം ആമിന ബീവി ഹവ്വാ ബീവിയേക്കാൾ മഹത്തായവരാണെന്നാണ്. അതല്ല ശരി, മഹത്തായത് ആമിന ബീവിയല്ല, ഹവ്വാ ബീവിയാണ്. അതിന്റെ താഴെയാണ് ആമിന ബീവി എന്നാണ് ഇബ്നാദർ തങ്ങളുടെ എല്ലാം റൂട്ട്. എങ്ങനെയാണ് അല്ലാഹു അഅലം. വറാത്തിൽ ഖലീല ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ റാത്തി ഇബ്രാഹിമ എന്ന് പറയലും റാത്തിൽ ഖലീല എന്ന് പറയലും കൂടി വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി എന്ന് പറയുമ്പോൾ അവരൊക്കെ ആമിന ബീവിന്റെ അരികിൽ വരണമെങ്കിൽ എത്ര വലിയ മഹത്വം നബി തങ്ങൾക്കും ആമിന ബീവിക്കും അവർ കൊടുത്തു കാണണം. അതിനാണ് ഖലീൽ. റാത്തിൽ ഖലീല ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആമിന ബീവി കാണുകയാണ്. ദുൽഖഅദ മാസത്തിൽ ആമിന ബീവിയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, അബ്ശിരി സന്തോഷിക്കുക, ബിസ്വാഹിബിൽ അൻവാരി വൽ വഖാരി വസ്സന സമാധാനത്തിന്റെയും പ്രകാശങ്ങളുടെയും ലൈറ്റിന്റെയും ഉടമയായ അൻവാറുകൾ പ്രകാശങ്ങളുടെയും എല്ലാ പ്രകാശങ്ങളുടെയും വൽവഖാരി സമാധാനത്തിന്റെയും വസ്സന ലൈറ്റുകളുടെയും എല്ലാത്തിന്റെയും ഉടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയുക എന്ന് ആമിന ബീവിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്. വതാഹാ ഫീ ദുൽഹിജ്ജ, അങ്ങനെ ദുൽഖഅദ മാസം കഴിയുന്നു. അപ്പോൾ ദുൽഹിജ്ജ മാസത്തിലെത്തുമ്പോൾ മൂസൽ കലീം അള്ളാഹുവിനോട് സംഭാഷണം ചെയ്ത അമ്പിയാക്കൾ വളരെ കൂടുതലാണ്. അതിലേറെ റസൂലുള്ള കലീമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് കലീമാകാൻ വിധി കിട്ടിയവരാണ് മൂസാ നബി. മൂസാ നബി അലൈഹി സ്വലാമിന് കലീം എന്ന് പറയുന്നത് അന്നേൽക്കാണ്. ആ കലീമായ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് നേരിട്ട് സംഭാഷണം ചെയ്ത് അള്ളാഹുവിന്റെ കലാമ് കേൾക്കാൻ വളരെ വലിയ സ്റ്റേജ് എത്തണം. ആ കേൾക്കാൻ വിധി കിട്ടിയവരാണ് നബി തങ്ങൾ. ആ കല്ലമല്ലാഹു മൂസാ തക്രീമ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അള്ളാഹുവിന്റെ കലാമ് കേട്ടതായ മൂസാ നബി അലൈഹിസ്സലാം ദുൽഹിജ്ജയിൽ വന്നു അലൈഹിസ്സലാം വഅലമഹ, എന്നിട്ട് ആമിന ബീവിക്ക് അറിയിച്ചു ബിറുതുബത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സ്ഥാനമാനങ്ങളെയും അവിടുത്തെ മഹത്വത്തെയും അലസ്ന ഉയർന്ന മഹത്വത്തെയും അറിയിച്ചു. വനാദാഹാ ഫി മുഹറമിൻ, അങ്ങനെ ദുൽഹിജ്ജ കഴിഞ്ഞ് അടുത്ത വർഷമായ മുഹറമിലേക്ക് കടക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ജിബ്രീൽ
അലൈഹിസ്സലാം വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ആമിന ബീവിയോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പ്രസവത്തിന്റെ ടൈം അതടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. വസ്സഫത്തിൽ മലായികത്ത്, പ്രസവ ടൈം ആകുമ്പോൾ മലക്കുകളെല്ലാം ചുറ്റി നിന്നു. മൻസിലഹ, ആമിന ബീവിയുടെ വീട്ടില്, പ്രസവിക്കുന്നിടത്ത് സ്ത്രീകളാണ് ചുറ്റി നിൽക്കല്. മൻസിലഹ, ആമിന ബീവിന്റെ വീട്ടിൽ, ഫീ സഫരിൻ, സഫർ മാസത്തിൽ, ഫാലിമത്ത് ബിനാ, ആമിന ബീവി നോക്കുന്ന സ്ഥലത്തൊക്കെ മലക്കുകൾ. എന്തൊരു ആനന്ദമായിരിക്കും, എന്തൊരു സന്തോഷമായിരിക്കും. ആരും അത് കാണുന്നില്ല. ഫാലിമത്ത്, അപ്പോൾ മഹദിക്ക് ഉറപ്പായി, അന്ന മൗഇദ സുറൂരി, സന്തോഷ വാഗ്ദാന ടൈം അത് ഖറുബ, അത് അടുത്തിരിക്കുന്നു. ദന, അത് പറ്റനെ അടുത്തെത്തിരിക്കുന്നു എന്ന്, പറ്റനെ അടുത്തത്തിലാണ് ദന എന്ന് പറയുന്നത്. ഖറുബ എന്ന് അടുത്തു എന്നുള്ളൂ. അങ്ങനെ പറ്റനെ അടുത്തെത്തിരിക്കുന്നു, അത് അടുത്തെത്തിരിക്കുന്നു എന്നല്ലേ, പറ്റനെ അടുത്തെത്തിരിക്കുന്നു എന്ന്. സന്തോഷത്തിന്റെ കരാറ് ടൈം എന്ന് പറഞ്ഞാൽ ജന്മം, മുത്തുനബിയുടെ ജന്മ ടൈം അടുത്തിരിക്കുന്നു. ഫലമ്മ റബീഉൽ അവ്വൽ, അങ്ങനെ റബീഉൽ അവ്വൽ മാസമായപ്പോൾ അല്ലാഹത്തിൽ അർളു, ഭൂമിയിലെല്ലാം ആത്മീയ പ്രകാശം നിറഞ്ഞു. വസ്സമാ, വാനത്തു നിറഞ്ഞു. വശറഖത്തിൽ ബൈത്തു, കഅബാലയം പ്രകാശിച്ചു. വസ്സഫാ, സഫാ പർവ്വതം പ്രകാശിച്ചു. സഫാ പർവ്വതവും കഅബാലയുമെല്ലാം മുത്തുനബിയുമായി വലിയ ബന്ധമുണ്ടെന്ന് നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു. തുമ്മലമ്മ ജാ വഖത്തുൽ വിലാദ, പ്രസവത്തിന്റെ ടൈമായപ്പോൾ, വഖറജ മൻഷൂറു സആദ, വിജയത്തിന്റെ നോട്ടീസ് പുറത്തു വരികയും ചെയ്തപ്പോൾ, അതിന്റെ പ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ, മൻഷൂർ അങ്ങനെ വജദ്ദ ബി ആമിന, ആമിന ബീവിക്ക് ഗൗരവമായപ്പോൾ, അംറുൽ വിലാദ, പ്രസവത്തിന്റെ കാര്യം ഗൗരവമായപ്പോൾ. ഇത് പറയുമ്പോൾ വഹാബികൾ പറയലുണ്ട്, ആമിന ബീവിക്ക് പ്രസവവേദന അറിയാതെയാണ് പ്രസവിച്ചതെന്ന് ഒരു മൗലിദിലുണ്ട്. ഒരു മൗലിദ് പ്രസവവേദന അറിഞ്ഞിട്ടില്ല എന്നുണ്ട്. ഇത് അങ്ങനെ ഒക്കുവന്ന്, രണ്ടും ഒക്കും. ഒന്ന്, പ്രസവിക്കാനുള്ള ഒരു സ്വഭാവമുണ്ട്. പ്രസവവേദന, പ്രസവത്തിന്റെ ഒരു ഗൗരവമുണ്ട്. അത് ആമിന ബീവി അനുഭവിച്ചിരിക്കുന്നു. പ്രസവത്തിൽ അമിതമായ വേദന, കമാതജിദുന്നിസാ, സാധാ സ്ത്രീകൾക്കുള്ള പോലെ വേദന ഉണ്ടായിട്ടില്ല. എന്നാൽ പ്രസവിക്കാൻ ഒരു ചെറിയ വേദന വേണ്ടി വരും. അത് ചെറിയ വേദന, പ്രസവത്തിന്റെ ഒരു ഗൗരവം. അത് പ്രസവം എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമാണ്, ഒറ്റ ചെറിയ വിഷയമല്ലല്ലോ. ആ അനുഭവം ആമിന ബീവി അനുഭവിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാലോ കമാതജിദുന്നിസാ, പെണ്ണുങ്ങളെത്തിക്കണ പോലുള്ള വേദന എത്തിച്ചിട്ടില്ല എന്നാണ് മറ്റേ മൗലിദിൽ പറഞ്ഞ. തമ്മിലെതിരില്ല. വഹാബിക്ക് മനസ്സിലാകായിട്ടല്ല, ഉടായ്പ് കാട്ടണം. വജദ്ദ ബി ആമിന അംറുൽ വിലാദ, ആമിന ബീവിയിൽ ശക്തിപ്പെട്ടപ്പോൾ, വിലാദത്തിന്റെ കാര്യം ശക്തിപ്പെട്ടപ്പോൾ, പ്രസവത്തിന് കുഞ്ഞ് ഇറങ്ങി വരുന്ന ഘട്ടമുണ്ടല്ലോ, അത് ശക്തിപ്പെടലാണ്. വഹാന വുറൂദു ഷംസി സആദ, വിജയത്തിന്റെ സൂര്യന്റെ പ്രകടം അടുക്കുകയും ചെയ്തപ്പോൾ, തലാഅൽ ഹഖ്, സത്യം ഇവിടെ പ്രകാശപൂരിതമായി. നൂറൻ, അത് ലംഘി, നൂറൻ പ്രകാശത്താൽ ലംഘി. അല്ലാഹ നൂറൻ, അള്ളാഹ് എന്ന് പറഞ്ഞാല് പരിപൂർണമായ ലംഘി, അള്ളാഹ് എന്ന് പറഞ്ഞാൽ തന്നെ ലംഘി എന്നാണ്. നൂറൻ, പ്രകാശത്താൽ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അള്ളാഹ് നൂറ്, പ്രകാശം ലംഘി. പ്രകാശം എന്ത് ചെയ്തു? ലൈറ്റ് ഉള്ളതായി. പ്രകാശം ചിലപ്പോൾ ലൗ ഉള്ളതുണ്ടാവും, ലൗ ഇല്ലാത്തതുണ്ടാവും. പ്രകാശം ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ ലൗ ഉണ്ടാവില്ല, ലൈറ്റ് ഉണ്ടാവില്ല. ചെറിയ വോൾട്ടേജ് ഒക്കെ കുറവുള്ളപ്പോ പ്രകാശം ഉണ്ടാവും, ലോ ഉണ്ടാവില്ല. അപ്പൊ ലോ എന്ന് വേറെ, പ്രകാശം എന്ന് വേറെ, അല്ലേ? ലോകത്ത് അതിനുവേണ്ടി റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി, കൗന് എന്ന് പറഞ്ഞാൽ ലോകം, ഇല്ലായ്മയുടെ ശേഷം ഉണ്ടായ ലോകം എന്നർത്ഥമാണ് കൗന് എന്ന് പറഞ്ഞാൽ. ആലമു എന്നതിന്റെ അർത്ഥത്തിനല്ല, ആലമിലേക്ക് എത്തുകയാണ്. ഇല്ലായ്മയുടെ ശേഷം ഉണ്ടായത്, ഇതാണ് കൗന്. കാന കൂടിയാൽ അതാണ് കൗന് എന്ന് പറഞ്ഞാൽ. കാനയക്കൂനിന്റെ മസ്തറാണ്, ആലമിന് പറയുന്ന പേരാണ്. ആലമും കൗനും തമ്മിലുള്ള വ്യത്യാസം രണ്ടും ഒന്നാണെങ്കിൽ, ഒന്ന് ഇല്ലായ്മയുടെ ശേഷം ഉണ്ടായത് എന്ന അർത്ഥത്തിന് പദമാണ്. മറ്റത് അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്ന ഒരു സാധനം എന്ന അർത്ഥത്തിന്റെ മേലാണ് ആലമ് എന്ന് പറഞ്ഞാൽ. അത് രണ്ടും ഒന്നെന്നെയാണ്.
ഭാഷയിൽ രണ്ടാണെങ്കിലും ആശയത്തിൽ ഒന്നാണ്. നുഷിറത്തിലഹു ഫിൽ കൗനി, ലോകത്താകെ വിരുത്തപ്പെട്ടു. കൊടിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മളെ സ്വേസിന്റെ കൊടിയൊക്കെ കെട്ടിവെച്ച് റബീലവന് വിരുത്തിനാണ് അല്ലേ. കെട്ടുന്ന് വേറെടുത്തി അത് പരത്തി നഷീർ ചെയ്ത് അത് പരത്തി പിടിച്ച് അങ്ങനെ എന്നിട്ട് കൊള്ളിമ കെട്ടിയിട്ട് അങ്ങനെ പിടിച്ചുവല്ലോ. അതിന് അതിങ്ങനെ അങ്ങനെ ചിറ്റി 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 ഒരു കൊല്ലാതെ വെച്ചിട്ട് അല്ലേ. പിന്നെ അങ്ങനെ വിരുത്തൂലേ, അതിനാണ് നഷീറു അലമു എന്ന് പറയാം. കൊടിയെ നഷീർ ചെയ്യുക. അഖദുൽ അലമു എന്ന് പറയാം. ലിവാഉൽ മഅഖൂദ്. അഖദുൽ അലമു എന്ന് പറഞ്ഞാൽ കൊള്ളിമ കെട്ടുക, കൊള്ളിമ കെട്ടുക. മറ്റേത് വിരുത്തുക, കൊടി വിരുത്തുക. മറ്റേത് അഖദ് കെട്ടുക. അതെ നുഷിറത്ത് ലഹു ഫിൽ കൗനി അലാമുരിള, തൃപ്തിയുടെ കൊടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ലോകത്താകമാനം അതിനെ വിരുത്തപ്പെട്ടു, ആ കൊടികളെ വിരുത്തപ്പെട്ടു.